പ്രതിപക്ഷത്തെ വലിയ വിഭാഗം എംപിമാർ സഭയ്ക്ക് പുറത്തായി. കെ.സി. വേണുഗോപാൽ, ജയറാം രമേശ്, ബിനോയ് വിശ്വം, ജോൺ ബ്രിട്ടാസ്, ജോസ് കെ മാണി തുടങ്ങി ആകെ 45 രാജ്യസഭാ എംപിമാരെയും 33 ലോക്സഭാ എംപിമാരെയും ഇന്ന് സസ്പെൻഡ് ചെയ്തു. കോൺഗ്രസ് സഭാ നേതാവ് അധീർ രഞ്ജൻ ചൌധരി, DMK നേതാവ് TR ബാലു, കൊടിക്കുന്നിൽ സുരേഷ്, NK പ്രേമചന്ദ്രൻ, ET മുഹമ്മദ് ബഷീർ തുടങ്ങിയവർക്കെതിരെയാണ് ലോക്സഭയിലെ നടപടി. മുഴുവൻ പ്രതിപക്ഷ പാർലമെന്റ് അംഗങ്ങളെയും സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തി ആ ബില്ല് പാസാക്കിയെടുക്കാനുള്ള വളരെ കുൽസിതമായിട്ടുള്ള ഹീനമായ നീക്കമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുവരെ 92 പ്രതിപക്ഷ എംപിമാർ സസ്പെൻഷനിലായി. ഇരുസഭകളിൽ നിന്നും 46 പേർ വീതം. Parliament is actually our impression is that Parliament is for discussion and debate. But now the Parliament is for suspension of opposition members. രാവിലെ സഭ ആരംഭിച്ചതു മുതൽ ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പലതവണ ഇരുസഭകളും നിർത്തിവെച്ചു. പാർലമെന്റിലെ സുരക്ഷാ വീഴ്ചയിൽ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും സഭയിൽ വിശദീകരിക്കണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കി ഇരുസഭകളിലും സുപ്രധാനമായ ബില്ലുകൾ പാസാക്കിയെടുക്കാനാണ് സർക്കാരിന്റെ ശ്രമം എന്നാരോപിക്കുന്നു ഇന്ത്യ സഖ്യ എംപിമാർ. ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ്, മാതൃഭൂമി ന്യൂസ്.